വെട്ടിച്ചാൽ ഇനി രക്ഷയില്ല. 100 ലാഭിക്കാൻ നോക്കിയാൽ 1000 പിഴയും കേസും. ദേശീയപാത ബൈപ്പാസിൽ പന്തനകാവ് ടോൾ പ്ലാസയിൽ വാഹനങ്ങൾ ടോൾ വെട്ടിച്ചു പോകുന്നത് കേസായി മാറുന്നു. 100-ലധികം വാഹനങ്ങളാണ് ഒരു ദിവസം ഇങ്ങനെ ടോൾ വെട്ടിക്കുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ 150 കടക്കും. ഇത്തരത്തിലുള്ള 78 വാഹനങ്ങളുടെ വിവരങ്ങൾ ടോൾ പ്ലാസ അധികൃതർ ട്രാഫിക് പോലീസിന് കൈമാറി. ശനിയാഴ്ച രാത്രി ടോൾ നൽകാതെ കടക്കാൻ ശ്രമിച്ച കാർ ജീവനക്കാരനെ ഇടിച്ചിട്ട് കേസായിട്ടും ഞായറാഴ്ച 33 വാഹനങ്ങൾ ടോൾ വെട്ടിച്ച് കടന്നുപോയതായി ടോൾ പ്ലാസ മാനേജർ വ്യക്തമാക്കി. ഞായറാഴ്ച ഉച്ചവരെയുള്ള കണക്ക് പ്രകാരമാണിത്. മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് ഫാസ്ടാഗ് കട്ടായി കടന്നു പോകുന്ന ഇടവേളയിലാണ് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കടക്കുന്നത്. വാഹനം നിർത്താനുള്ള ബാരിയർ തട്ടിമാറ്റിയാണ് ഇവർ പോകുന്നത്. ബാരിയർ തട്ടി കാറിന് കേടുപാട് സംഭവിക്കുന്നതിനാൽ സ്റ്റീൽ മാറ്റി ഇപ്പോൾ PVC പൈപ്പാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ടോൾ നൽകാൻ തയ്യാറാകാത്ത വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നുണ്ടായിരുന്നു. അത് ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട ക്യൂവിന് കാരണമായി. മാത്രമല്ല തർക്കങ്ങളും സംഘർഷങ്ങളും പതിവായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ തർക്കങ്ങളുടെ പേരിൽ തന്നെ ഒരു മാസം 200 പരാതികൾ വരെ പോലീസിൽ നൽകിയിരുന്നു. ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലാത്തവർ പരിശോധനയ്ക്ക് വേണ്ടി വൈകിപ്പിക്കലും തുടങ്ങിയതോടെ തടഞ്ഞു നിർത്തൽ അവസാനിപ്പിച്ച് പോലീസിൽ വിവരം കൈമാറുന്നതായി മാറ്റി. ദിവസം ശരാശരി 15,000-ലും 20,000-ലും ഇടയിൽ വാഹനങ്ങളാണ് ടോൾ പ്ലാസ വഴി കടന്നു പോകുന്നത്.